എന്നാ മുത്തശ്ശി കാണിക്കുന്നെ? മാറിയ മാറ്. എന്തെങ്കിലും ഒരു സഹായം ചെയ്യാന്ന് കരുതി. മാറിക്ക. ഇതൊക്കെ ചെയ്യാൻ മാത്രം സുഖായോ മുത്തശ്ശിക്ക്? എത്ര നേരമെന്ന് വെച്ചാ നിന്റെ ജോലി തിരക്കും കണ്ട് അങ്ങ് വെറുതെ ഇരിക്കുന്നേ. എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. എന്താടോ ദേ നോക്കിക്കേ, ചുമ്മാ ഓരോന്ന് മുത്തശ്ശി കാണിക്കുന്നെ. എന്താ മുത്തശ്ശി വന്നേ ഇങ്ങോട്ട് വരാൻ. ഓ, മര്യാദക്ക് അടങ്ങി ഇവിടെ ഇരിക്കും. എന്റെ മക്കൾക്ക് ഇത്ര കഷ്ടപ്പാട് വന്നല്ലോ എന്ന് ഓർത്തിട്ടാ. എന്ത് കഷ്ടപ്പാട്? ഞാൻ എന്റെ ആദ്യം ജോലി ചെയ്യുന്ന സന്തോഷത്തോടെ അല്ലാന്ന് മുത്തശ്ശിക്ക് തോന്നിയോ? സന്തോഷത്തോടെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ദേവന്റെ യശോദയുടെയും നിങ്ങളുടെയൊക്കെ അവസ്ഥയില് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മുത്തശ്ശിക്ക്. പണ്ടായിരുന്നെങ്കില് കൈ നീട്ടിയെടുക്കാൻ എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പൊ ഈ കയ്യ് ശൂന്യമല്ലേ മോളെ. എന്താ മുത്തശ്ശി ഇത്? ആരോടാ ഇതൊക്കെ പറയുന്നേ? ഞാൻ കാരണോടാത്ത കാര്യാണോ? ഈ കഷ്ടപ്പാടും വിഷമൊക്കെ നമ്മൾ അനുഭവിക്കാൻ തീരുമാനിച്ചതല്ലേ? ജയിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നേ? നമുക്ക് ജയിക്കണ്ടേ? മുത്തശ്ശി, സത്യം പറഞ്ഞാ ഈ ജീവിതം വല്ലാതെ അങ്ങ് രസം പിടിച്ചു വരിക. ഇതല്ലാതെ വേറൊന്നും അല്ല ജീവിതം. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തായാലും ഈ ഭക്ഷണമൊക്കെ ഒരു പരീക്ഷണമായി. അപ്പൊ പിന്നെ ഒന്നോ രണ്ടോ കറികളൊക്കെ പോരെ? സൂര്യക്ക് എന്താ പേടിയുണ്ടോ? അല്ല, പേടിക്കാതെ പറ്റില്ലല്ലോ. ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു ബന്ധമില്ലാത്ത ഒരാളല്ലേ, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. എന്നാലേ പേടിക്കണ്ട. സൂര്യക്ക് അറിയാവുന്ന നല്ലൊരു കുക്കിനോട് കൃത്യമായ ഉപദേശങ്ങള് ഫോണിലൂടെ ചോദിച്ചാണ് ഞാൻ ഇവിടെ എല്ലാം ഉണ്ടാക്കിയത്. അതാരാ എന്നെ പോലും ഞെട്ടിക്കുന്ന പാചകം ചെയ്യുന്ന ഒരാള്? അത് ആറ്റുവാശ്ശേരി സദ്യയുടെ സർവവുമായ രാധിക അനുജത്യ. ഓ, രാധികയുടെ നിർദ്ദേശപ്രകാരമാണോ? എങ്കിൽ ഓക്കെ, ഒട്ടും മോശമാവില്ല. ഓ, കണ്ടോ, അനുജത്തിയുടെ കാര്യം പറഞ്ഞപ്പോ എല്ലാം ഓക്കെയാ. കഴിക്ക്. ഹേയ്, നോ നോ, താൻ എവിടെ ഇരിക്കും. നമുക്കേ രണ്ടുപേർക്കും ആവശ്യമുള്ളത് വിളമ്പി എടുത്ത് കഴിക്കാം. എന്താ? എന്നാലേ അങ്ങനെയല്ല. ഇവിടെ അച്ഛന് ഭക്ഷണം കൊടുക്കുമ്പോ അമ്മ ഇരിക്കാറില്ല. വരുണിന് ഭക്ഷണം കൊടുക്കുമ്പോ രാധിക ഇരിക്കാറില്ല. എന്നാരാ പറഞ്ഞേ? വരുണും രാധിക എപ്പോഴും ഒരുമിച്ചിരുന്നല്ലേ കഴിക്കാറ്? എടോ, ഈ ബഹുമാനമൊക്കെ മനസ്സിൽ മതി, അല്ലാതെ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്ത് കാണിക്കണമെന്നൊന്നുമില്ല. താനൊരു കാണിച്ചേ, അത് വന്നേ, അതവിടെ വയ്ക്ക്. അവിടെ ഇരുന്നേ. ഇത് നമ്മുടെ കുടുംബജീവിതം. അതെങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാ തീരുമാനിക്കുന്നത്, മനസ്സിലായോ?